ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ ചെറിയ കുഞ്ഞു ലോങ് വീഡിയോ, നിങ്ങൾക്കും കൂടി ഉപകാരപ്പെട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം, ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, ചേച്ചിക്ക് എങ്ങനെ പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി? 12,000 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ, ഇപ്പോൾ 13,000 ആവാൻ പോകണു. ഇത്ര പെട്ടെന്ന് എങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയി? ഞങ്ങൾക്കൂടി ഇത് പറഞ്ഞു തരുന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ലൈവിലായാലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള റീസണ് ഞാൻ ഷോർട്സാണ് ഞാൻ ചെയ്യാറ്. അതായത് നമ്മൾ കുറേ ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ടൈമിൽ നമ്മൾ എപ്പോഴും അപ്ലോഡ് ചെയ്യണം വീഡിയോസ്. ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പകലൊക്കെ ഞാൻ കിട്ടുന്ന ചെറിയ ടൈം ആയപ്പോൾ നമ്മൾ ഡ്യൂട്ടിയൊക്കെയാണ്, 12 hours ഡ്യൂട്ടി. അപ്പോൾ അതിനിടയിൽ കിട്ടുന്ന കുറച്ച് ടൈം, നമ്മൾ ബ്രേക്കിനൊക്കെ വരുന്ന കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിലൊക്കെയാണ് ഞാൻ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോണിൽ സെറ്റാക്കി വെക്കും. എഡിറ്റിങ് ഷോർട്സിന് അങ്ങനത്തേക്ക് എഡിറ്റിംഗ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നല്ലാതെ ഷോർട്സ് കുറേ എണ്ണം ഞാനിത് ഡ്രാഫ്റ്റ് ഇട്ട് വെക്കും. എന്നിട്ട് ഒരു 10:30, അതായത് വൈകിട്ട് 10:30 11:30 ഞാൻ ആ വീഡിയോസ് 2-3 വീഡിയോസ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ, ഷോർട്സിനാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. നമ്മളെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ഗൈസ്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ളൊരു കാരണം, ഞാൻ ഡെയിലി ഷോർട്സ് മിക്ക ദിവസങ്ങളും 2-3 ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ ഷോർട്സ് നമുക്ക് വലിയ മെനക്കെടൊന്നും ഇല്ലെന്നേ. കുറച്ചങ്ങ് ഷോർട്സ് അങ്ങ് ഇട്ട് നമ്മൾ വല്ലവരും വീഡിയോസൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിനൊക്കെ നമ്മൾ പാട്ടും കൂത്തൊക്കെ ആയിട്ട് നമ്മളവിടെ കുറച്ചങ്ങ് ചെയ്യാം. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഇതിൽ തന്നെ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ കുറേ ഞാൻ ഷോർട്സ് ഞാൻ ചെയ്തില്ല. ലോങ് വീഡിയോ ഇപ്പോഴാണ് ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ട് 1-2 ദിവസം കൂടുമ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു 1 monthൻ്റെ ഉള്ളിലാണ് ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞാൻ ഷോർട്സാണ് ഡെയിലി. കാരണം എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്സ് അങ്ങനെയുള്ള ഒരു ഇഷ്ടമാണ്. കാരണം നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ വരും, പിന്നെ നമുക്ക് ചുമ്മാ ഈ ഫോൺ തോണ്ടിരിക്കുക, അത് മാത്രം നമുക്കുള്ളൊരിത്. അപ്പോൾ അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊരു പരിപാടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് തന്നെ പല ആൾക്കാരും പല രീതിയിലും കളിയാക്കിയിട്ടുണ്ട് എന്നെ. പല രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്കൊന്നും വേറെ പണിയില്ലേ അയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ വീഡിയോ അതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കളിയാക്കിയവരുണ്ട് കേട്ടോ. പക്ഷെ കളിയാക്കിയ ആൾക്കാരായ പോലും നമ്മളൊരു വീഡിയോ ജസ്റ്റ് അവർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ജസ്റ്റ് നമ്മൾ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തുറന്ന് നോക്കും, വിപിൻ എന്നാ ചെയ്തേക്കണം നോക്കട്ടെ എന്നിട്ട് അവരെന്നെ വന്ന് ഓപ്പൺ ചെയ്യും. അങ്ങനെ നമുക്ക് വ്യൂസും കൂടും കേട്ടോ, അത് വേറെ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഷോർട്സ് ചെയ്യുക. ഷോർട്സ് 10-15 വ്യൂസ് ആയിക്കോട്ടെ, അതിലൊന്നും ഒറ്റ കുഴപ്പമില്ല. 15 പഴയ എൻ്റെ വീഡിയോസ് ഇപ്പോഴാണ് ഒരു 1000 മേലോട്ട് എല്ലാ ഷോർട്സും എടുത്ത് നോക്കുമ്പോൾ എന്തായാലും ഒരു 1K പുറത്ത് ഇതുണ്ടാവും, വ്യൂസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിന് മുന്നുള്ള കുറേ ഒരു 1 year മുന്നൊക്കെ ഉള്ള കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. 60-70 ഒക്കെ വ്യൂസുള്ള കുറേ വീഡിയോസിൻ്റെ അക്കൗണ്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഓട്ടോമാറ്റിക്കലി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ എന്താ, നമ്മൾ വീഡിയോസിൻ്റെ വ്യൂസും കൂടും. അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും, ഇപ്പോൾ നമ്മളെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ നമ്മളെ ചാനൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളെ അക്കൗണ്ടിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഇവരൊക്കെ ഉണ്ടാവുന്നേ. അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ ആവുമൊന്നും വേണ്ട. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഒരു മെയിൻ കാരണം നമ്മൾ ഷോർട്സ് ചെയ്യുക. ഡെയിലി ഒരു 2-3 ഷോർട്സ് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടിക്കോളുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി, എന്നോട് കുറേ ആൾക്കാർ ലൈവ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാനൊരു ആൻസർ ചെയ്തത്. അപ്പോൾ വലിയ യൂട്യൂബ് ചാനലിലും കാര്യങ്ങളൊക്കെ അവർ പറയുന്ന ഈ സെയിം കാര്യം തന്നെ ആയിരിക്കും. എങ്ങനെയാണ് ഷോർട്സ് കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 വീഡിയോ അങ്ങോട്ട് കാച്ച ഗൈസ്. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ ലോങ് വീഡിയോ ആയിട്ടാണ് കിടക്കുക. ഈ ഷോർട്സ് മാത്രം ചെയ്തിട്ടുണ്ട് നമുക്ക് റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഷോർട്സ് മാത്രമായിട്ട് ഒതുങ്ങാതെ അതിന് കൂടെ പയ്യെ ലോങ് വീഡിയോയും ചെയ്യാം. ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബേഴ്സുമായി റവന്യൂ കൂടി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ പറ്റും ഗൈസ്. അപ്പോൾ ആരും തളരരുത് ഗൈസ്. വ്യൂസ് കുറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞെന്നുള്ള പേരിൽ വീഡിയോ ചെയ്യാതിരിക്കുക. ഇപ്പം ഞാൻ ലൈവിൽ വരുമ്പോൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ തന്നെ ലൈവിലൊക്കെ വരുമല്ലോ. പക്ഷേ ഇപ്പോൾ ഒന്നും അവരാരും കാണാനില്ല. അവരൊക്കെ കുറേ ആൾക്കാർ ചാനൽ നിർത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളെ വീഡിയോസ് കാണാൻ ആളില്ല ചേച്ചി, അതുപോലെ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറയണ്ടേ. അപ്പോൾ അതിലൊന്നും തളരരുത്. നമ്മൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയേ ഒന്നുമില്ല. ഇപ്പോഴാണ്
സബ്സ്ക്രൈബേഴ്സ് കൂടിയുണ്ട്, എന്തായാലും നമ്മൾ വീഡിയോ കാണുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തും കാട്ടിക്കൂട്ടാന്നല്ല ഞാൻ പറയണത്. അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഡോണ്ട് വെറി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.